ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ എല്ലാവരും ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും എല്ലാവരും ഇപ്പൊ ഫുൾ ടൈം മൊബൈൽ തന്നെയാണ് അല്ലെ. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ കണ്ണ് തള്ളി പോകുന്നു പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ്. നമ്മൾ പല സമയങ്ങളിലും നമ്മുടെ മൊബൈലിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് നമുക്ക് വളരെയധികം ആയാസകരമായിട്ടുണ്ടാവുന്ന പല പ്രവർത്തികളും നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഫുൾ ടൈം നമ്മൾ മൊബൈലിൽ നോക്കുന്ന സമയത്ത് കണ്ണിന് തകരാറാണ്, അതുപോലെ തന്നെ നമുക്ക് തലവേദന ഉണ്ടാവും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇതൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം കൊണ്ടാണ്. അത് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷനെ കൊണ്ട് സാധിക്കും. എന്താണ് ആ ഓപ്ഷൻ പറഞ്ഞതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരങ്ങളിലായിട്ട് നമ്മൾ നിരവധി ആപ്ലിക്കേഷനിൽ കയറി പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കാരണം നമ്മുടെ കണ്ണിന് വേദന വരുന്നുണ്ട്, നമുക്ക് തലവേദന വരുന്നുണ്ട്, പല പ്രശ്നങ്ങളും നമ്മൾ വലിയവരും മുതിർന്നവരും കുട്ടികളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനുള്ള നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. നമ്മളിവിടെ നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അഡീഷണൽ സെറ്റിംഗ്സ് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫോണിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. നല്ലൊരു ഓപ്ഷൻ ആണ് അഡീഷണൽ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏറ്റവും താഴേക്ക് വന്നിട്ടുണ്ട് ഇവിടെ കാണാം ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ആക്സസിബിലിറ്റി. അപ്പൊ അതില് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കുറെ സബ് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ജനറൽ, അതിന് തൊട്ടടുത്ത വിഷൻ, ഹിയറിംഗ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ. നമുക്ക് വേണ്ടത് ആ വിഷൻ ആണ്. ആ വിഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ നേരെ ആക്സസിബിലിറ്റിയിൽ ആ വിഷൻ എന്ന് പറഞ്ഞതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കുക. മാഗ്നിഫിക്കേഷൻ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മാഗ്നിഫിക്കേഷൻ. അതൊന്ന് ഇവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കാണിക്കുന്നത്. ഷോർട്ട് കട്ട് ഓഫിലാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പൊ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഏതൊക്കെ ടൈപ്പുള്ള ഷോർട്ട് കട്ട് ആണ് വേണ്ടത് നമ്മളെ ഫോണിന്റെ ഹോം സ്ക്രീനിലേക്കാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണിക്കുന്നത് ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ബട്ടൺ വേണോ എന്നാണ് ചോദിക്കുന്നത്. ആ ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുകളിലെ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ആ ബ്ലൂ കളറിലെ ടിക്ക് മാർക്ക്, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വെക്കാം. ഇവിടെ താഴെ പറയുന്നുണ്ട് ഹോൾഡ് വോളിയം കീസ്. നമ്മുടെ വോളിയം കീ നമ്മൾ പ്രസ് ചെയ്തിട്ടാണോ നമുക്ക് അത് ആക്ടിവേറ്റ് ആക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ വേണമെങ്കിൽ ടിക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ടിക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്, ഏതെങ്കിലും ഒന്ന് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഏറ്റവും താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ്, നമുക്ക് ഒരു 3 പ്രാവശ്യം നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ആക്ടിവേറ്റ് ആവുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതാണോ വേണ്ടത് നോക്കുക. ഞാൻ ബാക്കി 2 ടിക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഹോം സ്ക്രീനിൽ വരുന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളത് ആക്ടിവേറ്റ് ആക്കുന്ന സമയത്ത് തന്നെ ഇവിടെ താഴെ കണ്ടില്ലേ സൂം ബട്ടൺ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും എത്ര യൂസ്ഫുൾ ആണ് ഇതെന്നുള്ളത്. നമ്മൾ ജസ്റ്റ് താഴെ ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് വേദന വരാൻ, തലവേദന വേദന അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കണ്ടില്ലേ ജസ്റ്റ് നമുക്കൊന്ന് ആ ഒരു ബട്ടൺ കാണിക്കുന്നില്ല, ആ സൂം ബട്ടൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സൂം ഇൻ സൂം ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളെന്താ ഞാനൊന്ന് ഗൂഗിളിൽ കയറിയപ്പോൾ നയൻതാരന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ല വലുപ്പത്തിൽ കാണണം, നമുക്ക് കണ്ണിന് വളരെ ഇതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കണ്ടില്ല നല്ല സൂം, മാക്സിമം നമുക്ക് സൂം ചെയ്തിട്ട് നമ്മുടെ കണ്ണിനൊക്കെ വളരെ അനായാസകരമായിട്ട് നമുക്ക് കാണുന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ല ലെറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വായിക്കാനും അതുപോലെ തന്നെ സൂമിനും അതേപോലെ തന്നെ സൂം ഔട്ട് ചെറുതായിട്ടും വലുതായിട്ടൊക്കെ നമുക്ക് കാണിക്കാൻ സാധിക്കും. മാത്രമല്ല അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു അടിപൊളി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ അതിന്റെ തൊട്ട താഴെ തന്നെ കാണിക്കുന്നുണ്ട്. ആ സൂം ഇൻ സൂം ഔട്ടിന്റെ തൊട്ട താഴെയായിട്ട് ആ ഒരു ഗിയർ ഐക്കൺ കാണുന്നില്ല, ആ ഗിയർ ഐക്കണിൽ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടില്ലേ ഈ ഗിയർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇവിടെയും നമുക്ക് കുറച്ചുകൂടി മാക്സിമം സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടില്ലേ നല്ല കണ്ണ് തള്ളി പോകുന്ന രീതിയിലേക്കാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇത്രയധികം നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരൊറ്റ സെറ്റിംഗ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് കാര്യങ്ങളും നമുക്ക് വളരെ നിഷ്പ്രയാസം, പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ലെറ്റേഴ്സ് ഒക്കെ കാണാൻ ചെറിയ ലെറ്റേഴ്സ് ഒക്കെ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികളാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഫോട്ടോസ് ഒക്കെ നമുക്ക് നല്ല വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് തന്നെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഗൈൻ സെറ്റിംഗ്സിൽ വരിക, അഡീഷണൽ സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷനിലേക്ക് തന്നെ പോവുക, ആക്സസിബിലിറ്റി ക്ലിക്ക് ചെയ്യുക. മുകളിൽ ആ വിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ വന്ന് ആ മാഗ്നിഫിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ആ ഷോർട്ട് കട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും.